ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഈ വർഷം ഞങ്ങൾ തിയേറ്ററിൽ കണ്ടതിൽ ഏറ്റവും മോശം എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ ഒരു 5 സിനിമകളെ പറ്റി സംസാരിക്കാനാണ്. അതായത് വേഴ്സ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ഇൻ 2020. നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് അത് ആസ്വദിച്ചവരുണ്ട്, അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്, നമ്മുടെ കമന്റിൽ തന്നെ ഇത് അത്ര നല്ല മോശം പടം അല്ലല്ലോ എന്ന് പറഞ്ഞ് അതിന്റെ റിവ്യൂസിന്റെ അടിയിലൊക്കെ വന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ നമുക്കത് അത്ര വർക്കാവാത്ത പടങ്ങളാണ്. ഇല്ലെന്ന് മാത്രമല്ല, കുറച്ചധികം തലവേദനകൾ തന്ന പടമുണ്ട്. നമുക്ക് എന്തിന് നമ്മൾ വന്നു എന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ തോന്നിയ പടങ്ങളുണ്ട്. സോ നമുക്ക് ആ ലിസ്റ്റിലെ ആദ്യത്തെ സിനിമ ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത്, ഇത് ആക്ച്വലി ഒരു മലയാളം പടമാണ്. ഈ ലിസ്റ്റിലുള്ള ഒരേ ഒരു മലയാള സിനിമയാണ്. പക്ഷേ ഈ കൂട്ടത്തിൽ, ഈ 5 പടങ്ങളുടെ കൂട്ടത്തിൽ തമ്മിൽ ഭേദം എന്ന് പറയുന്ന ഒരു സിനിമ, അതായത് ബാക്കിയുള്ള സിനിമകളെ അപേക്ഷിച്ച് നോക്കുമ്പം ഇത് അത്ര മോശം പടമായിട്ട് കൂട്ടാൻ പറ്റില്ലെങ്കിലും ഞങ്ങൾക്ക് പേഴ്സണലി ഇത് തിയേറ്ററിൽ ഭയങ്കര മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിമയുടെ പേര് തങ്കമണി. ഇദ്ദേഹം കണ്ടില്ല, ഞങ്ങൾ രണ്ടുപേരും കണ്ടുള്ളൂ. സോ തങ്കമണിയുടെ പ്രശ്നം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, മലങ്കൾട്ടായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ അല്ല, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് അത് കണ്ടിരിക്കാൻ. കാര്യം അതിൻ്റെ ഒറിജിനൽ അത് ആക്ച്വലി ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത് എടുത്ത സിനിമയാണ്. പക്ഷേ അതിൻ്റെ ഒറിജിനൽ സ്റ്റോറി ഭയങ്കര ഹൊറിഫൈങ് ആയിട്ടും അത് അത്രയും ഇന്ത്യൻസ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. പക്ഷേ ഇവർ ഇതിനെ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു സീരിയൽ ലെവൽ പരിപാടിയാണ്. അതാണ് ആ സിനിമ. മെലോ ഡ്രാമ എന്നൊക്കെ പറഞ്ഞാൽ ചേട്ടാ കുറച്ച് പെർഫോമൻസ് ഉൾപ്പെടെ എല്ലാം അഭിനയിക്കുന്നവരാണ്, എല്ലാം ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ ഈ പടത്തിൽ ഒരു ഭയങ്കര ഡ്രോബാക്കാണ്. അതായത് ഇപ്പോൾ ആർട്ടാണെങ്കിലും മേക്കപ്പ്, എല്ലാ ഈ കോസ്റ്റ്യൂം എല്ലാത്തിലും ഒരു ഭയങ്കര ചീപ്പായിട്ടുള്ളൊരു ഒരു ഫീലുണ്ട് പടത്തിൽ. കൃത്രിമത്വം, അതെ, ഭയങ്കര കൃത്രിമത്വമാണ് എല്ലാത്തിലും, ആക്ടിങ് ഉൾപ്പെടെ. അതായത് ഈ സിനിമയിൽ ഇപ്പോൾ ദിലീപിനെ പോലെ ഒരാൾ വന്ന് അഭിനയിക്കുക എന്ന് പറയുന്നത് തന്നെ ആ സിനിമയുടെ കണ്ടന്റും ഉണ്ട്. പക്ഷെ ആ സിനിമ ആ കണ്ടന്റ്, അതായത് ഒറിജിനൽ ആ കണ്ടന്റിനെ ഇനിയിപ്പോൾ ആർക്കും ആ കഥ വെച്ച് മറ്റൊരു പടം ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആക്കി വെച്ചിട്ടുണ്ട്. സോ അതായിരുന്നു ഞങ്ങൾക്ക് ഈ ലിസ്റ്റിലെ തമ്മിൽ ഭേദപ്പെട്ട പടം. അടുത്ത സിനിമ ബോളിവുഡിൽ നിന്നാണ്. അങ്ങ് ബോളിവുഡിൽ നിന്ന് ഏതാ പടം? മലയാളത്തിൽ നിന്ന് സിംഗം എഗെയിൻ. സിംഗം എഗെയിൻ ആക്ച്വലി ഒരു എന്താ പറയുക, ഞങ്ങൾ കണ്ട, അതായത് തിയേറ്ററിൽ ഞങ്ങൾ സിനിമ കണ്ടപ്പോൾ തിയേറ്ററിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ കൂടുതൽ ആൾക്കാർ സ്ക്രീനിലുണ്ടായിരുന്നു. അതുപോലായിരുന്നു ആ സിനിമ. അതായത് ഒരു ഫ്രെയിം വെച്ച 10 സൂപ്പർ സ്റ്റാർസ് ഇങ്ങനെ നടന്നു വരും പടത്തിൽ. പക്ഷെ ഇവർക്ക് ഒന്നും ചെയ്യാനില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു സീരിയൽ രാമായണം, അതിൻ്റെ ഇടയ്ക്ക് സീരിയൽ രാമായണം ഒരു സൈഡിൽ കൂടെ പോകും. 2 ഷോട്ട് സീരിയൽ രാമായണം കാണിക്കും, പിന്നെ ഇവരുടെ കഥ കാണിക്കും, പാരലൽ ഇവരുടെ കഥ കാണിക്കും. ഇതിങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് സംഭവം മറ്റേതാണ്, ട്രാക്ക് പറ്റിക്കുന്നത് മനസ്സിലായി. പിന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇത് തിയേറ്ററിൽ ആ രീതിയിൽ എൻജോയ് ചെയ്തു. അപ്പോൾ ഇത് എൻജോയ് ചെയ്യുന്ന പറയുമ്പോൾ വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആകുന്നതുകൊണ്ടാണ് നമ്മളതിനെ ഈ മറ്റു രീതിയിൽ അതിനെ ഞങ്ങളെ ആസ്വദിപ്പിക്കും എന്ന് വിചാരിച്ച് പോയവർക്ക് ഞങ്ങൾ സ്വയം ആസ്വദിക്കേണ്ടി. അതെ, സ്വയം ആസ്വദിക്കുക. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് കണ്ട് തിയേറ്ററിലിരുന്ന് കമന്റൊക്കെ അടിച്ച് അങ്ങനെ പോകുന്ന അവസ്ഥയായിരുന്നു. മൂന്നാമത്തെ ചിത്രം അങ്ങ് കോളിവുഡിൽ നിന്നാണ്. അതായത് ബ്രഹ്മാണ്ഡ സംവിധായകൻ ശങ്കർ സാറിന്റെ ഇന്ത്യൻ ടു. ഈ സിനിമയെപ്പറ്റി ഇനിഷ്യലി ഇത് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ആദ്യം പോലെ കുറച്ച് എതിർപ്പുറം ഉണ്ടായിരുന്നു. ഇപ്പം ഞാനും ഇത് വിചാരിച്ചു എന്തിനാണ് അങ്ങനെ. പക്ഷേ എന്നാലും ശങ്കർ എടുക്കുന്നതാണല്ലോ, എന്തേലും ആ സിനിമയിൽ കാണും, എന്തേലും കുറച്ച് ബ്രഹ്മാണ്ഡം കാണാമെന്നുള്ളൊരു വിശ്വാസത്തിൽ തിയേറ്ററിൽ പോയിരുന്ന ഞങ്ങൾക്ക് ഒറിജിനൽ ഇന്ത്യൻ ആ ക്യാരക്ടറിനെ തന്നെ കൊലവിളിക്കുന്ന ലെവലൊരു പരിപാടിയായിരുന്നു ഇന്ത്യൻ ടു. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കമൽഹാസന് തന്നെ മനസ്സിലായി ഈ സിനിമ പരാജയമാണ്, ഇത് വർക്കാകാൻ പോണില്ല. അപ്പോൾ തന്നെ പുള്ളി ഒരു അവസാനം അടിച്ച് ഞാൻ ഇന്ത്യൻ 3 ത്രീക്കാണ് വെയിറ്റ് ചെയ്യുന്നത്. നൈസായിട്ട് ഇതൊരു ശങ്കർ പടമാണ്. കേട്ടാണ് പുള്ളി ഇന്ത്യൻ 2 അഭിനയിച്ചെന്നാണ് പുള്ളി പറഞ്ഞത്. അതെ. അത് ഈ പടത്തിനുണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ കുറച്ച് പോയിന്റ്സിലെ ആളുകൾക്ക് ഇതിനകത്ത് പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. അതെ. ഇത് അനൗൺസ് ചെയ്യുമ്പോഴും ഓക്കെ ഇത് വേണമായിരുന്നോ എന്നെല്ലാവരും ചോദിച്ചാൽ, ടീസർ വരുമ്പോഴും ഇത് വേണമായിരുന്നോ എന്നാണ്, ട്രെയിലർ വന്നപ്പോഴും ഇത് വേണോ എന്നാണ്, ഇത് വേണോ, പടം ഇറങ്ങിയപ്പോൾ ഇത് വേണ്ട, ഒരു തീരുമാനം. അതാണ്. അപ്പം അത് ഭയങ്കര പ്രതീക്ഷയിൽ വന്നിട്ട് നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്തതിലുപരി നമ്മൾ ഡിസപ്പോയിന്റിൽ നിന്ന് കൂടുതൽ ഡിസപ്പോയിന്റ്മെന്റിലേക്ക്. അതെ. ഈ സിനിമ കാണാൻ പോയത് എക്സ്പെക്ടേഷൻ ഇല്ലാതാണ്. നമുക്കറിയാമല്ലോ ഇതിങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നൊരു ഏകദേശ ധാരണ കിട്ടിയാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്നിരുന്നപ്പോൾ നമ്മളെ ഒട്ടും ആ ധാരണയിൽ നിന്നൊരു അല്പം പോലും
വ്യതിചലിക്കാൻ സാധിച്ചില്ല. നേരെ ആ ധാരണയോട് 100% നീല പുലർത്തിയ ഒരു പടമായിരുന്നു. അത് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിന് മേലെ തന്ന പടമാണ്. നമ്മൾ എന്താണ് പ്രതീക്ഷിച്ചത് അതിന് മേലെ നമ്മൾ മോശമാവെന്ന് പ്രതീക്ഷിച്ചു, ഇത് അതിലും മോശമായി എന്ന് പറയുന്നത്. പുള്ളിക്ക് മറ്റേ വിക്രത്തിലും തഗ് ലൈഫ് നല്ലതാവാൻ സാധ്യത ഉണ്ടെങ്കിലും ഇടയ്ക്കൊരു ചെറിയ അതായത് ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ പോകണം, ഇങ്ങനെ പോയിട്ട് ഒരു ഡൗൺ പറഞ്ഞാൽ പിന്നെ കണ്ണ് തട്ടാൻ പാടില്ലല്ലോ. ഇപ്പൊ വിക്രം വിജയിച്ച് നിൽക്കുമല്ലോ, അപ്പോൾ ഒരു കണ്ണ് തട്ടുന്ന ആ ഒരു ഇത് മാറ്റാൻ വേണ്ടി സിനിമയിൽ ഒരു ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നത് അനിരുദ്ധിലായിരുന്നു. അനിരുദ്ധിന്റെ പാട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു അതിനകത്ത്. മിക്സ്ഡ് റിവ്യൂ പക്ഷെ അത് സിനിമയ്ക്കകത്ത് ഈ പാട്ട് വെക്കാനുള്ള സ്കോപ്പ് ഇല്ല. അപ്പോൾ അത് അതിനകത്ത് വെച്ചപ്പോൾ കുറച്ച് തിരികെ വെച്ചപ്പോൾ എനിക്ക് പേഴ്സണലി ആ ഇന്ത്യൻ ടൂവിലെ സോങ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. അത് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ആ പടത്ത് വെച്ചിട്ടില്ല. അത് തേർഡ് പാർട്ടി വരും പറഞ്ഞാൽ അത് തേർഡ് പാർട്ടി വരും എന്ന് പറഞ്ഞ് ലാസ്റ്റ് ശങ്കർ എന്ന് പറഞ്ഞ പാട്ടിന്റെ വിഷ്വലൈസേഷനിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതെ അതെ, ആ പുള്ളിയുടെ പടത്തിനകത്ത് പാട്ടിന്റെ വിഷ്വലൈസേഷൻ അത് അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി. സോ ഈ ലിസ്റ്റിലെ 4ാമത്തെ സിനിമ അത് അങ്ങ് സാൻഡൽവുഡിൽ നിന്നാണ്. അതിന് ഈ ഒരു നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്ത് പോയത് പേര് പറഞ്ഞില്ല. ആ സിനിമയുടെ പേരാണ് മാർട്ടിൻ. എൻ്റെ മാർട്ടിൻ ആക്ച്വലി നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. മാർട്ടിനാണ് റിവ്യൂ കണ്ടു നോക്കൂ, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ചിലപ്പോൾ. എല്ലാ പടവും ക്യാരക്ടേഴ്സിന്റെ പേര് വെച്ചാൽ തോന്നുന്നല്ലേ ഈ ലിസ്റ്റിലെ? തങ്കമണി, മാർട്ടിൻ, ഇന്ത്യൻ, പിന്നെ തങ്കമണി സ്ഥലത്തിന്റെ പേരാണ്. മറ്റേ മാർട്ടിൻ ഇന്ത്യൻ ടു മാർട്ടിനെ പറ്റി പറയാൻ ഞങ്ങള് അതെ മാർട്ടിനെ പറ്റി നമ്മൾ അതോരോ സംസാരിച്ചത് ഞങ്ങൾ ആക്ച്വലി ഇവിടെ ലിങ്കിൽ കൊടുത്തേക്കാൻ കയറി കണ്ടു നോക്കി. ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഒരു അതെ വയലന്റ്, ആർക്ക് വയലന്റ് അല്ലെ? കാണുന്ന ആൾക്കാരെല്ലാം വയലന്റ് ആവുമായിരുന്നു. കാണുന്ന ആൾക്കാർ ഓർത്ത് അവന്റെ അലർച്ചയൊക്കെ നമുക്ക് പേടി വരും, നമ്മളെന്തെങ്കിലും ചെയ്യുമെന്നുള്ള സംശയിപ്പ്. അതുപോലെ മാർട്ടിനാന്ന് തോന്നുന്നത് നമ്മള് സ്റ്റാർട്ടിങ് സെക്കൻഡ് തൊട്ട് എന്താന്ന് നമുക്ക് നമ്മള് അതെ 10 മിനിറ്റ് കാണേണ്ടി വന്നില്ല. നമുക്ക് ഫസ്റ്റ് സീൻ കാണുമ്പോൾ പോലെ കിട്ടി, ഫസ്റ്റ് ഷോട്ടിൽ നിന്നേ കിട്ടി. സാധനം വേറെയാണ്, ട്രാക്ക് മാറ്റി. ഈ മാർട്ടിൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. പക്ഷെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ അരോചകമായിരുന്നത് അതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്. അത് വേറൊന്നുമല്ല, അതിൻ്റെ മിക്സിങ് സൗണ്ട് ഭയങ്കരമായിട്ട് തിയേറ്ററിൽ നമുക്ക്, അതായത് വിഷ്വലി വലിയ സംഭവം നടക്കും, വലിയ ഒരു അപരാധം നടക്കുമ്പോഴും സൗണ്ട് വൈസ് നമ്മളെ ചെവിക്ക് ഭയങ്കര. അതെ, അത് ഈ അടുത്തിടെയുള്ള വലിയ പടങ്ങളിലൊക്കെ ഒരു ഇഷ്യൂ ആയിട്ട് ഇപ്പൊ കറക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുഷ്പ 2 ഒക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് അതിന്റെ ഓഡിയോ എഞ്ചിനീയേഴ്സ് ഒന്ന് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇറക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ഞങ്ങൾ തിയേറ്ററിൽ ഇന്ന ഡെസിബലിലാണ് വെച്ചേക്കുന്നത്, എന്തോ 7 അങ്ങനെ എന്തോ അതിലാണ് നമ്മൾ വെച്ച് മിക്സ് ചെയ്തേക്കുന്നത്, തിയേറ്ററിലും അത് അങ്ങനെ ആയിരിക്കും, കൂടുതൽ കൂട്ടി വെക്കത്തില്ല എന്നൊക്കെ പറയേണ്ടി വരുന്ന അവസ്ഥയാണ്. അപ്പൊ അത്രയും പടങ്ങൾ അങ്ങനെ മോശമായിട്ട് ഇറങ്ങുന്നതുകൊണ്ടാണ്. ഒച്ചവെപ്പും ബഹളവുമാണ് മാസം എന്നുള്ള ഐഡിയ വരുന്ന പടങ്ങളാണ് ഇതൊക്കെ. പിന്നെ KGF-ന്റെ ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് എല്ലായിടത്തും ഉണ്ട്. അതിപ്പം കന്നഡ ഇറങ്ങുന്ന എല്ലാ പടത്തിലും KGF ആക്കാനുള്ള ശ്രമമാണ്. റോക്കി ബായ് തോക്കിലിന് തുമ്പത്തൊന്ന് വീഡിയോ എത്തിച്ചാൽ ഞാൻ ടാങ്കിന്റെ തുമ്പത്തൊന്ന് സിഗരറ്റ് കത്തിക്കും എന്ന് പറയുന്ന അവസ്ഥ. അത്രേ ഉള്ളൂ. സോ അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ വേഴ്സ്റ്റ് എക്സ്പീരിയൻസിൽ 1ാമത്തെ സിനിമ അതൊരു ക്യാരക്ടറിന്റെ പേരാണ്. അതെ, അതും ഒരു ക്യാരക്ടറിന്റെ പേരാണ്. അതങ്ങ് കോളിവുഡിൽ നിന്ന് 2 അൺസഹിക്കബിൾ പടങ്ങളാണ് വന്നിരിക്കുന്നത്. ഈ സിനിമയുടെ പേര് കങ്കുവ. മാർട്ടിൻ കേട്ട് എന്തോ ഒച്ചയാന്ന് പറഞ്ഞെങ്കിൽ കങ്കുവ കേട്ട് ഞങ്ങളുടെ കേൾവി ശക്തി നഷ്ടപ്പെട്ടു. അതെ, ആ ലെവല് പരിപാടിയാണ്. ബേസിക്കലി ആ സിനിമയ്ക്ക് കുറച്ച് നല്ല പോസിറ്റീവ്സ് അവിടെ ഇവിടെ ഉണ്ടായിരുന്നു. ബട്ട് അതിനെ മൊത്തത്തിൽ അതിന് നെഗറ്റീവ്സ് കവർ ചെയ്തു പോയി. അതായിരുന്നു സിനിമയുടെ ഒരു വലിയ. ആക്ച്വലി ഞങ്ങളുടെ റിവ്യൂവിൽ കുറച്ചധികം അതിനെ ട്രോൾ ചെയ്തു. അപ്പം പിന്നീട് ഞങ്ങള് സോറി കങ്കുവ എന്ന് പറഞ്ഞൊരു സാധനം ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഈ സാധനം OTT-ൽ ഇറങ്ങി കഴിയുമ്പം ഈ തിയേറ്ററിൽ നമുക്കുണ്ടായ അനുഭവം മനസ്സിലാക്കാൻ പറ്റത്തില്ല. OTT-ൽ അവരിങ്ങനെ വോളിയം കുറച്ച് വെച്ച് കാണുമ്പോൾ ഇതെന്ത് വലിയ കുഴപ്പമില്ലോ എന്ന് തോന്നും. അതെ, അത്ര വലിയ പ്രശ്നമില്ല. സൗണ്ട് കുറച്ച് വെച്ചാൽ അത്ര പ്രശ്നമില്ലല്ലോ. പടത്തിൽ സൗണ്ട് മാത്രമല്ലായിരുന്നല്ലോ പോരായ്മ. അതല്ലേ നമ്മള് എല്ലാരും ഊന്നി പറഞ്ഞൊരു പറഞ്ഞത് തിയേറ്ററിൽ സൗണ്ട് ഭയങ്കരമാണ്, ഒരാൾ അടങ്ങിയിരിക്കുന്നില്ല, മിണ്ടാതിരിക്കുന്നില്ല എന്നുള്ളതാണ്. അതെ, സൈലൻസ് ഇല്ല സിനിമയിൽ. ഇന്റർവെല്ലിലാണ് സൈലൻസ് ഉണ്ടാവുന്നത്. OTT-ൽ ഇങ്ങനെ ഓടിച്ചോടിച്ചേ ഇങ്ങനെ സൂര്യ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഓടിച്ചോടിച്ച് അടുത്ത പോർഷനിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരു ഫൈറ്റ് നടക്കുന്നു, ഓടിച്ചോടിച്ചാൽ ഫൈറ്റ് വന്നാൽ ഉടനെ ഫോർവേഡ് ചെയ്യാം. ഫൈറ്റിന് ആവശ്യമില്ല, അടുത്ത സിനിമ എന്ന് പറയുന്നത്. അതെ, ആ പയ്യന്റെ 2 മറ്റേ ഇത് കാണാം, സെന്റിമെന്റ്സ് കാണാന്ന് അങ്ങനെ കാണുന്നവർക്ക് നമ്മുടെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തില്ല. ആക്ച്വലി കങ്കുവയുടെ റിവ്യൂവും നമ്മളിവിടെ കൊടുക്കുന്നതായിരിക്കും, കണ്ടു നോക്കുക, രസമായിരിക്കും. ഫൺ പടമായിരുന്നു കങ്കുവ. ആക്ച്വലി നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതായത് പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയിൽ ഇവരുടെ, അതായത് പടത്തിൻ്റെ പിന്നണിയിലുള്ള ആൾക്കാരുടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളും കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എവിടെയും ഈ സിനിമയ്ക്ക്
അവരെല്ലാവരും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇവർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല ഈ സിനിമ വർക്കാവും, അതുകൊണ്ടായിരിക്കണം ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു സിനിമ ഡെഫിനറ്റ്ലി നമുക്ക് എവിടെയെങ്കിലും എന്തോ കണ്ടുണ്ടെന്നുള്ളൂ. പക്ഷേ ഇത് ആ സിനിമ കണ്ണടച്ച് ചെയ്ത പോലത്തെ അവസ്ഥയായിരുന്നു. പിന്നെ ഈ പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പം നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ച പോലെ ഉള്ള വെറുപ്പിക്കലിന് മുടിച്ചത് അതിപ്പോ ഒരു വലിയ ട്രോളായി മാറിയിട്ടുണ്ട്. സോ ഈ വർഷത്തെ 5 വേഴ്സ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമകൾ ഇതാണ്. നിങ്ങൾക്ക് ഏതായിരുന്നു 5 വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് നൽകിയ സിനിമകൾ എന്നുള്ളത് ഉണ്ടാവാം. അതെ തന്നെ, ഇതിൽ നിന്ന് വ്യത്യസ്തമായ പടങ്ങൾ ഉണ്ടാവും. ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു.